പണിയുന്നതിന് വേണ്ടിയാ. എന്റെ പ്രിയമുള്ളവരെ, ലക്ഷങ്ങളാണ് വേണ്ടത്, ലക്ഷങ്ങളാണ് വേണ്ടത്. അല്ലാഹുവേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് വാങ്ങുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്ത് സഹായിക്കൂ. പലതുള്ളി പെരുവെള്ളമാണല്ലോ പടച്ചവനെ, നിങ്ങളെല്ലാവരും കൂടെ കൊടുത്താൽ അല്ലാഹുവേ അത് വാങ്ങാറുള്ളത് മുഴുവനും തികയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും പടച്ചവനെ, ഒരു സെന്റ് വസ്തു വാങ്ങുമ്പോ എന്നിൽ നിന്നൊരൽപ്പമുണ്ട്, ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് ഒരു സെന്റ് വസ്തുവിന്റെ പൈസയെങ്കിലും കൊടുത്താ ഇന്നത്തെ വഅദ് കൊണ്ടുള്ള നേട്ടമാണല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനെ കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, ഇരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല നബിയേ, എന്തെങ്കിലും തന്ന് സഹായിക്കൂ നബിയേ. നബിയുടെ മുന്നിൽ വന്നിട്ടൊരു പാവപ്പെട്ടവനെ കൈനീട്ടിയിട്ട് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പടച്ചവനെ തലയെന്ന് താഴ്ത്തി പിടിക്കുകയാ. കാരണം കൊടുക്കാനൊന്നുമില്ല. ആയിഷ ബീവി തലയെന്ന് താഴ്ത്തി വെക്കുകയാണ്. കാരണം കൊടുക്കാനൊന്നുമില്ല. പ്രവാചകന്റെ വീടിന്റെ അകത്ത് അല്ലാഹുവേ ഭക്ഷണം വെച്ചിട്ട് തീ പുകഞ്ഞിട്ട് മാസങ്ങളായി. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. ആ പാവപ്പെട്ടവനെ വെറും കയ്യോടെ പറന്നുവിടാ മനസ്സില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യ, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലൂ, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലൂ. ഒരിക്കലും അബൂബക്കർ വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് സലാം പറയുകയാ. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളുടെ വീട് തുറന്ന് വെളിയിലേക്ക് വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വിട്ടതാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, ഒരു രൂപ പോലും എന്റെ കയ്യിലെടുക്കാറില്ല, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാറൊരു പുതപ്പ് പോലുമില്ല, ഞാൻ പാവപ്പെട്ടവരാണ്, എന്തെങ്കിലും തന്ന് സഹായിക്കുക അബൂബക്കർ. അബൂബക്കർ തങ്ങൾക്കറിയാ കൊടുക്കാനൊന്നുമില്ലെന്നു. വീടിന്റെ അകത്ത് കയറിയിട്ട് വീട് മുഴുവനും തിരയുകയാണ്. എന്തെങ്കിലും ഉണ്ടോ പടച്ചവര്, പാവപ്പെട്ടവന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ പടച്ചവര്? വീട് മുഴുവനും തിരയുകയാണ്. അല്ലാഹുവേ, കൊടുക്കാനൊന്നുമില്ല, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും വീടിന്റെ അകത്തില്ല. അബൂബക്കർ തങ്ങൾ വീടിന്റെ പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്കൊന്നും തരാറില്ല, എന്റെ വീടിന്റെ അകത്തൊന്നുമില്ല എന്ന് അബൂബക്കർ തങ്ങള് പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കർ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വന്നാ വെറും കയ്യോടെ മടക്കില്ല എന്നാണ്. അല്ലാഹുവേ, അബൂബക്കർ തങ്ങൾ വീണ്ടും തന്റെ വീടിന്റെ അകത്തേക്ക് കയറി വീടിന്റെ കവാടമടച്ചു. വീട് മുഴുവനും തിരഞ്ഞു നോക്കി, കൊടുക്കാനൊന്നുമില്ല. അബൂബക്കർ തങ്ങളിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? ആഗ്രഹത്തോടെ മുത്തുനബി പറഞ്ഞു വിട്ട മനുഷ്യര് കൊടുക്കാനൊന്നുമില്ലല്ലോ തമ്പുരാര്, വെറുങ്കയോടെ മടക്കാ മനസ്സില്ലാതെ വന്നപ്പോ അബൂബക്കർ തങ്ങള് വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. പാവപ്പെട്ടവൻ വീടിന്റെ വെളിയിൽ നോക്കി നിൽക്കുകയാണ്. പടച്ചവരെ, കുറെ സമയം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു വസ്ത്രമെടുത്തിട്ട് വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ ആ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ എന്റെ കയ്യിലുള്ളൂ, തരാനൊന്നുമില്ല. വെറും കയ്യോടെ മടക്കാ മനസ്സില്ല. അല്ലാഹുവേ, ആകെയുണ്ടായിരുന്ന വസ്ത്രമെടുത്ത് വെയിൽ കൊടുത്തു. ആ മനുഷ്യൻ ആ വസ്ത്രവുമായി കടന്നുപോയി. വല്ലാത്ത സന്തോഷമായി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, അസർ നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും